Guys, welcome to the family. Harry Potter. ണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം ഗൈസ് എന്ന് പറഞ്ഞ. അപ്പൊ ഗൈസ് നമ്മളെ ഒപ്പം പറഞ്ഞോണ്ടിരിക്കുന്ന ആദ്യം ചേട്ടൻ പറയണ അതേപോലെ സ്പീഡിൽ ഫാസ്റ്റ് ആയിട്ട് പറയാണ്. അപ്പൊ നമ്മളുടെ ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ തരുന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലും FBയിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. താടിയും പൊട്ടും ഒഫീഷ്യൽ അടിച്ചാൽ മതി. സെക്കൻഡ് ചാനലുണ്ട് താടിയും പൊട്ടും ടോക്സ്. അപ്പൊ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രിപ്പ് പോവാണ്. എവിടേക്കാണല്ലേ അത് ഞങ്ങള് പറയില്ല, കാണിച്ചു തരാം. ഗസ് ചെയ്യാൻ ഇവിടുന്ന് കുറച്ചേ പോണ്ടോ. അപ്പൊ ഇന്ന് പിള്ളേർക്കോ എല്ലാവർക്കും മുടക്കായതുകൊണ്ട് ഞങ്ങൾ ട്രിപ്പ് അടിക്കാന്ന് വിചാരിച്ചു. പുതിയ പുതിയ വീഡിയോസ് എടുക്കാനും പുതിയ പുതിയ ഫോട്ടോസ് എടുക്കാനും ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഇനി പോണ വഴിയിൽ കാട്ടിത്തരാം അല്ലേ. അപ്പൊ അങ്ങനെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സംഭവം വളരെ റെസ്റ്റോറൻ്റാണ്. നല്ല ഫുഡും കാര്യങ്ങളും അപ്പുണ്ട്, ദോശയുണ്ട്, ഇടിയപ്പുണ്ട്, സന്തോഷമുണ്ട്, അപ്പഴങ്ങനെ സമയം 10 മണിയായിട്ടുള്ളൂ. പോകുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ലഞ്ചിനും പാഴ്സൽ എന്തെങ്കിലും ചപ്പാത്തി പൊറോട്ടയൊക്കെ മേടിച്ച് പാഴ്സൽ ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. കാരണം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിസിറ്റ് കഴിഞ്ഞാൽ വണ്ടി പോയി കിട്ടിയിങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് ഞങ്ങള് കുറച്ച് ചപ്പാത്തി പൊറോട്ടയും അപ്പം പാഴ്സൽ പിടിക്കുന്നുണ്ട്, ബീഫില്ല ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടുന്ന് മസാല ദോശയും നെയ്റോസ്റ്റാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മസാല ഗൈസ് അടിച്ചു വരാം. മസാല ദോശ പിന്നെ നെയ് റോസ്റ്റ് ആദ്യം. വട വെച്ചിട്ടുണ്ടോ? വടയുണ്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ ചമ്മന്തി ഒന്ന് അടിച്ചോട്ടെ, സാമ്പാർ അടിച്ചോട്ടെ. അങ്ങനെ ഇട്ട് സാമ്പാർ കൂടി ഇങ്ങനെ ഇട്ട് സാമ്പാർ ഗൈസ് സാമ്പാർ ഇങ്ങനെ ഇട്ടിട്ട് അപ്പൊ അധികം അതിനിപ്പോ വരും നെയ്റോസ്റ്റ് അമ്മനി മുക്കണ സാമ്പാർ മുക്കണ അടിച്ച് കഴിക്കുന്നത് തന്നെ ഇപ്പൊ വരും. തന്നെയൊക്കെ കഴിക്കുന്നത് തന്നെ ചായ നിനക്ക് മധുരമില്ലാത്ത ഫുഡൊക്കെ കഴിച്ച് സെറ്റായില്ലേ, ആദ്യം സെറ്റായില്ലേ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവര് നമ്മളടുത്ത് വന്നത് ആയി പറഞ്ഞു. അപ്പൊ അവരിവിടെ തന്നെയുള്ളവരാണ്. അപ്പൊ അവര് നമ്മളെ കണ്ടു, നമ്മൾ സംസാരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഹാപ്പി ആയിക്കോട്ടാ. ഇനി ഇവിടുന്ന് ഈ സൈഡ് ഏരിയ മൊത്തം അവർ കവർ ചെയ്തിരുന്നു. അപ്പൊ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ പാഴ്സൽ പറഞ്ഞിട്ടുണ്ട്, വണ്ടിയിലിരുന്ന് കഴിക്കാം. ചേട്ടാ ഒരു ഹായ് പറഞ്ഞു. അപ്പൊ നമ്മളെ ഈ ചേട്ടനാണ് നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. അപ്പൊ ഇനി പാഴ്സൽ എടുക്കാൻ പോവുകയാണ് ചേട്ടൻ. അപ്പൊ ഇവിടുത്തെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഓൺ ദി വേ. അപ്പൊ ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് ഉച്ചക്കുള്ള പാഴ്സൽ എടുത്തു. അതെ, പ്രത്യേക റോസീസാണത്. ആദ്യക്കൊരു ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. വിത്തല്ല കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ ഇനി ഉടനെ പൊന്മുട്ടിക്കുള്ള യാത്ര.
ഗൈസ് അങ്ങനെ നമ്മള് പൊന്മുടി മലനിരകളുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞു. അതെ, ഇന്നത്തെ മുടക്കായത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ട്. കുറെ പേര് ഇതാ അവിടെ, കുറെ പേര് ഇതാ അവിടെ. നമ്മളിതാ ടോപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് മുന്നേ അന്ന് വന്നു വൈകിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അന്ന് അവിടെ പോയിരുന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി നമ്മള്. ഇതിപ്പോൾ റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കാൻ വേണ്ടി വന്നിട്ടാണ്. നല്ല കോടയുണ്ട്, മഴ പെയ്യാന്ന് അറിയില്ല. റെയിൻകോട്ട് എടുത്ത് ബാഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇനി നടന്ന് ഇവിടെ കൊറേ അന്ന് വന്നിട്ട് പിന്നെ വരുന്നത് ഇപ്പോഴാണ്. കൊറേ ഒരുപാട് നാൾക്ക് ശേഷം ജസ്റ്റ് വന്നിരുന്ന് കാണുമ്പോഴേക്കും അങ്ങനെ വന്നു. വേറെ കുറെ സ്ഥലങ്ങളിലേക്ക് പോണ കാരണം അടിച്ചു കുറ്റേ അടിച്ചു കന്നാട വെച്ചിട്ട് ഓട്ടനോട് ആദ്യം ചേട്ടനെ അന്വേഷിച്ച് നടക്കുക. ചേട്ടാ വിളിച്ചേ, വിളിച്ചറാതി ചേട്ടാന്ന് വിളിച്ചേ. ചേട്ടാ അവിടെ നിന്നെ അന്വേഷിച്ചോ എന്താണ്? ചേട്ടാന്ന് വിളിക്ക്. ചേട്ടൻ്റെ ചേട്ടൻ റെയിൻകോട്ടൊക്കെ തെറ്റായി തന്നെ ഗൈസ്. ഇവിടെ കഴിഞ്ഞ വട്ടം വരുമ്പോൾ നല്ല കോടയായിരുന്നു. ഇതിപ്പോൾ കോട വരും കുറച്ച് കഴിഞ്ഞാൽ. മഴ പെട്ടെന്നാണ് ഇവിടെ മഴ പെയ്യുന്നത്. മഴ പെയ്യണമെന്ന് അറിയില്ല, മഴ പോകണമെന്ന് അറിയില്ല. അപ്പം തന്നെ കോട ഇറങ്ങും. ഫുൾ സെറ്റാണ്. ആദ്യം ഇവിടുത്തെ കുറുമ്പക്കാട്ടുണ്ട് കളിക്കുന്നു. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങള് പൊന്മുടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മഴതുണ്ട്. ഇതായതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. മഴ ചൂടി തുടങ്ങി. അപ്പൊ ഞങ്ങൾ റെയിൻകോട്ട് എടുക്കാൻ പോയി. നമ്മൾക്ക് അന്ന് എത്തണം ചെത്തിക്ക്. ചെറിയ കോടയില്ലല്ലേ അന്ന്. കൊട്ട കഴിഞ്ഞ വട്ടം വന്നപ്പോ ഞങ്ങൾ ഭയങ്കരമായിട്ട് നമുക്കൊന്നും കാണണ്ടായിരുന്നില്ല. അങ്ങോട്ട് ഒന്നും കാണണ്ടായിരുന്നില്ല. അതെ, നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോവാൻ തോന്നില്ല. അന്ന് നമുക്ക് പക്ഷെ ആദ്യം ഇപ്പൊ 2 വീഴ്ച കഴിഞ്ഞു. ക്ലാസ്സൊക്കെ വെച്ച് ആറ്റിറ്റ്യൂഡ് പിടിച്ച് വരുന്നുണ്ട്. ആദ്യം ഫുള്ള് ആറ്റിറ്റ്യൂഡാ. അച്ഛൻ ഇങ്ങോട്ട് നീങ്ങിക്കും മുത്ത, ഇങ്ങോട്ട് നീങ്ങിക്കും. ഇല്ലാണ് വീണാലൊന്നും പറ്റുന്നില്ല. ആദ്യം ഓടി ആദ്യം അന്ന് വന്നപ്പോ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവനറിയില്ല ആടാ ആളാണ്. ആദിശം ഇങ്ങോട്ട് നീങ്ങിട്ട് യെസ്. ആദിശം ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാതിയേ. ഇങ്ങോട്ട് വാ, അങ്ങനെ നീങ്ങി ഇങ്ങോട്ട്. അത് കണ്ട അതിന്റെ മുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. അമ്മോ, ഇവിടെ അവിടെയൊക്കെ കോടയുണ്ട് കേട്ടോ. കണ്ട അവിടെയൊക്കെ കോടയുണ്ട്. അന്ന് ഇവിടെ ഒന്നും കാണണ്ടായില്ല. അതെ, അന്ന് വന്നപ്പോ ഫുള്ള് നമ്മള് കോടയുടെ ഇടയിൽ കൂടെ കാർ ഓടിച്ചു വന്നേ. ആദ്യം ഫുള്ള് ഓട്ടാ. ചെറിയ ചെറിയ ഇത് വീണ് തുടങ്ങിയണ്ട. അവിടെ കോട വരുന്നുണ്ടോ? സെറ്റ് അടിച്ച് ഹാപ്പി. ഇതില് ആദ്യക്കുള്ള വെള്ളവും ആപ്പിളും മറ്റേ എന്താ പിന്നെ റെയിൻകോട്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണ തൊപ്പികള്. പെട്ടെന്ന് മഴ പെയ്യണമെങ്കിൽ ആയിരുന്നു ഓടി വണ്ടിയിലെടുത്തേക്ക് വരാൻ പറ്റില്ലല്ലോ. പിടിക്കാനാവില്ല എനിക്ക്. അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. മേലെ നമ്മൾ നേരെ പോവാ. ചില്ലായിട്ട് ഇരുന്നുണ്ട്.
ആദ്യം ഇത് പോസ്റ്റൊക്കെ ചെയ്യണം ഇങ്ങനെ അതൂരി ഇങ്ങനെയൊക്കെ നിന്നിരുന്നു. വേണ്ട, അത് ചേട്ടൻ വെച്ചിട്ട്. അപ്പൊ നമ്മള് മല കയറിയ ചുരം ആലോചിച്ച ചുരം ചുരല്ല, ചുരം കഴിഞ്ഞു. തിരി വെച്ച് പിന്നെ ചെറിയ ചെറിയ മഞ്ഞത്തുള്ളികള് അല്ലേ. ഇവിടെയാണ് മറ്റേ പാട്ടപ്പൂസിനെ വെച്ചെടുക്കുന്നത്. മഞ്ഞപ്പൂ ഒരാളെ കൊണ്ടുവരണമെങ്കിൽ ചേട്ടൻ ചേട്ടനാണ് ഈ മരണ വരവ് കണ്ടോ. നേരത്തെ ഒരു വീണ്ടും കയ്യുടെ ഉള്ളിൽ പൊട്ടിണ്ട്. അത് ആൾ കാട്ടി വാവു വാവൂന്നാണ്. നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഇങ്ങനത്തെ ചെടി ഉണ്ടായിരുന്നു നോക്കിയ. എന്റെ ചെറുപ്പത്തില് ഓണത്തിനൊക്കെ ഇത് കൊറേ വൈലറ്റ് കളറായിട്ട് ഒരു കള്ളിയിൽ ഇത് ഇടായിരുന്നു. ഇതിന്റെ പേരറിയില്ല, പേരറിയില്ല. നിങ്ങക്ക് അറിയാൻ പറഞ്ഞോ കേട്ടാ. നേരെ പൊക്കോ, ഒരു വഴിക്ക് എത്തത്. കഴിഞ്ഞ വട്ടം വരുമ്പോ ആദ്യം വാശി പിടിച്ചു നിന്നിരുന്നതാ. അപ്പൊ ഇതിന്റെ മുകളിലെത്തിയപ്പോ ചെറിയൊരു ചാറല്, ഇത് മഞ്ഞ മഴയാ, ചെറിയ ചാറ്റൽ മഴ, ചെറിയ ചാറ്റൽ മഴയാണ്. പക്ഷെ അത് രസമുണ്ട്. പക്ഷെ അത് കൂടി തുടങ്ങി. റെയിൻകോട്ട് അടിക്കേണ്ടി വരുന്നു. അപ്പു ക്യാമറമാനായിട്ട് വരുന്നുണ്ട്. അതൊരു റീലാണ്. അതെ, അപ്പൊ റീലിലാണ് പോണേ. അടിച്ച് സന്തോഷായി ഇതില്. അപ്പി അപ്പി വന്നിന്ന് ആദിശിന് ഇവിടെ എത്തുമ്പോഴേക്കും മൂക്കിന്ന് വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മഴയും തൊപ്പിയും എല്ലാം സെറ്റാക്കി ഞങ്ങള്. ആദ്യം തൊപ്പിയൊക്കെ സമ്മതിക്കുന്നില്ല, പനി ഉറപ്പ്. അവിടെ ചേട്ടനെ അതല്ല, ചേട്ടൻ തൊപ്പി എടുത്തേ ഇല്ല. ചേട്ടൻ തൊപ്പി എടുത്തില്ല. തൊപ്പി 2 എണ്ണം 3 എണ്ണം ഉണ്ട്. ചേട്ടൻ തൊപ്പി എടുത്തില്ല. അത് ഇവിടെ അനിയന് തൊപ്പി വേണ്ട. അപ്പൊ ചേട്ടന് കൊടുക്കാം തൊപ്പി. പൊക്കോ പൊക്കോ. ആ കാറിലാണെങ്കിൽ കൊടയില്ല. അവിടെയാണ് നമ്മളിരുന്നത്. ഇവിടെ ഇരുന്നാൽ മതി, അങ്ങോട്ട് പോകണ്ട. അത് കുറച്ച് ഇറക്കാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ കളിച്ചോളൂ. ഈ ആദ്യക്കുട്ടന് കളിച്ചാള്ള ചലം. അപ്പൊ പൊന്നപ്പൻ ദാ ഇവിടെ ഇരുന്നുണ്ട്. ഏയ് മഴ വരണടി, എന്നാലേ കോട വരല്ലോ. അങ്ങനെ വരണം, എന്നാലേ കോട ഇറങ്ങല്ലോ. അപ്പു വന്നിട്ടുണ്ട്.
അപ്പൊ അവിടെ ബാഗ് കൂടെ വെച്ചോ, ഇനി കൂടെ വെച്ചോ. അപ്പയുടെ ആ റെയിൻ കോട്ട് വെച്ചോ. അപ്പൊ നമുക്ക് തൊപ്പി തലയിലിടാം. മോളിട്ട് റെയിൻ കോട്ട് ഇടാം. എന്റെ ബാഗ് അപ്പയുടെ റെയിൻ കോട്ട് ഇടും. ഇവിടേക്ക് പുല്ലിനോടേക്ക് ഇവിടേക്ക് അന്ന് വീഴും അല്ലെങ്കിൽ അതെ തോറിന്റെ ഹാമർ വൈബ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടിച്ചു നമ്മള് ഈ അല്ലെങ്കിൽ റീലൊക്കെ എടുക്കുന്നവരൊക്കെ സംബന്ധിച്ച് നമ്മൾക്ക് ഇങ്ങനെ വെറുതെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളിതൊക്കെ എടുക്കണം, അത് എടുക്കും വേണം, ഇത് കഴിഞ്ഞിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ വേണം. അപ്പൊ ഈ രണ്ടിന്റെ ഇടയിലത്തെ അവസ്ഥ ഉണ്ടല്ലോ, ആ പക്ഷെ ഇത് കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പോഴേ ഞങ്ങൾ ഈ വട്ടം വരുമ്പോ വ്ലോഗ് എടുക്കണ്ടെന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ എത്തുമ്പോ നമ്മൾ വ്ലോഗ് എടുക്കും, എന്തെങ്കിലും റീൽ എടുക്കണം, വ്ലോഗ് എടുക്കണം തോന്നും. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം വേറെ എവിടെയും പോകണില്ല, ഇത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ഈ കുറച്ച് റീലും കുറച്ച് വ്ലോഗ് അപ്പൂന്റെ കുറച്ച് റീലും ആദ്യം പിന്നെ ഞങ്ങളുടെയും എടുത്തു കഴിഞ്ഞാൽ ഞങ്ങള് സ്വസ്ഥമായിട്ടൊന്ന് കാമായിട്ട് ഇരിക്കണം എന്നുണ്ട്. അപ്പൊ അതിന്റെ മേലെ പോയി കഴിഞ്ഞ് കാമായിട്ടിരിക്കും. അവിടെ പോകുമ്പോഴും നമുക്ക് അവിടുത്തെ വൈബ് എടുക്കാൻ തോന്നും. മലനിരകൾ ഇങ്ങനെ നിരന്ന് കിട്ടുന്നുണ്ട്. എന്താ വൈബ്, സൂപ്പർ. എവിടെ ഇരിക്കണേ ഗായ്സ് കണ്ടോ? പൊന്നപ്പോ പൊന്നപ്പോ നോക്ക്, റിലാക്സേഷൻ കിടക്കണത് അത്. അതെ, അപ്പു റിലാക്സേഷന് പോയി കിടന്നതാ. ഇവിടെ അത്യാവശ്യം നല്ല ചെറിയ തണുപ്പുള്ള കാരണം സുഖമുണ്ട്. വെയില് വന്നാലാണ് പണി. അതെ, അടിപൊളി. ആദ്യം അവിടെ കളിച്ചോണ്ടിരിക്കട്ടെ, കല്ലെടുത്ത് എറിഞ്ഞോണ്ടിരിക്കുക. അതെ, അമ്മേ വിശർക്കുണ്ട് കേട്ടോ നന്നായിട്ട്. ചൂടെടുത്തിട്ടാ വിശറക്കണേ. അതെ, തണുപ്പുണ്ട് മുകളില്, പക്ഷെ എന്നാലും നല്ല വെയിൽ വരുമ്പോ ചൂടുണ്ട്. അപ്പൊ അത് കാരണം ആ മുകളിൽ ഏറ്റവും ടോപ്പില് കുറച്ച് കോട കാണുന്നുണ്ട്. പക്ഷെ ഇപ്പഴല്ല, കുറച്ച് മഴ, ചെറിയൊരു ചാറൽ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കോട ഇറങ്ങണല്ലോ. കോട അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. ആ ഇറങ്ങും. 3 മണി 3:30 ആകുമ്പോഴേക്കും സെറ്റ് ആവും. അതെ, ആ സമയം നമ്മൾക്ക് ഫുഡൊക്കെ അടിച്ച് അവിടെ പോയിരിക്കുന്നു. ആദ്യം അവിടെ കല്ല് പറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ. എത്ര നേരം കുറച്ച് വാശി പിടിച്ചാൽ മതി. കുറച്ച് വാശി പിടിച്ചിട്ട് ഇങ്ങോട്ട് നടക്കാൻ വേണ്ടിട്ട് വാശി പിടിച്ചു. അപ്പോൾ ഒരു ഐഡിയ കാട്ടി കൊടുത്തു ഞാൻ, പുല്ലിലേക്ക് കല്ലെടുത്ത് എറിയുന്ന പരിപാടി. അപ്പോൾ അവിടുത്തെ കല്ലൊക്കെ പറക്കി പുല്ലിലേക്ക് ഇട്ടുകൊണ്ടിരിക്കേണ്ടത് മതി. അയ്യോ 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 ആദ്യത്തെ ഓരോ ബിറ്റുകളും ആ പൊന്നിനെ കല്ലെടുത്ത് എറിയണ്. അതെനിക്ക് ശരിക്കും കയറി കിട്ടും, രക്ഷിക്കേണ്ടി വരില്ല പിന്നെ. ആ നോ ഓട വന്നണ്ട ഗൈസ്, ടൈമായിപ്പോ. വാവ്, സൂപ്പറായി. ഇതേ പൊന്നും അപ്പൊക്കെ അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കട്ടോ. സൂപ്പർ കോടേ, പുളി, അടിപൊളി. ആദ്യം ഉറങ്ങിയിട്ടാ കണ്ടേ, ആദ്യം നല്ല ഉറക്കായി. അവൻ കുറേ നേരം വാശി പിടിച്ചു. കുറച്ച് നേരം വാശി പിടിച്ച് അവൻ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനെ കൊണ്ട് നടത്തി ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പകുതി ഐസ്ക്രീം കഴിച്ച ശേഷം അവൻ ഉറങ്ങി. നന്നായിട്ട് കയറി. അപ്പോൾ നമ്മൾ ഞാൻ കോടലടെ കൂടെ നടക്കണം കേട്ടാ. ഫുള്ള് ഫോഗ്, അടിപൊളി. ഫുൾ ഫോഗ്, ഒന്നും കാണാനില്ല. ഇതാണ് ഗൈസ് ശരിക്കുള്ള പൊന്മുടി, ഒന്നും കാണാനില്ല കേട്ടോ. ഇത്ര നേരം
ഇത്ര നേരം ഇവിടെ ഒക്കെ ഫുള്ള് ഇതായിരുന്നു. ഇപ്പൊ ഫുള്ളൊന്നും കാണാല്ലേ. സീൻ ഫുഡൊക്കെ കഴിച്ചു തണുത്തിട്ട് നിൽക്കണം. ഒന്നും കാണാല്ലേ. വഴി വരെ കാണാൻ ചുറ്റും കോട 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 തണവ് തണവ് തണവ്. കാണാൻ പറ്റണില്ല. ചുറ്റും ഇരിക്കുന്നൊരു പാറ മാത്രം കാണാണ്ട് നമ്മുടെ മുടിയിലൊക്കെ മഞ്ഞത്തുള്ളികൾ വന്ന് നിക്ക. ഒന്നും കാണാൻ വയ്യോ. ഇവിടുന്ന് ഇറങ്ങിയ വീഴൂന്ന് മേടിച്ചിട്ട് നിൽക്കുന്നത്. അടിപൊളി വഴി. അടുത്തിട്ട് കാറ്റടിക്കുമ്പോഴേ ഒരാൾ നിൽക്കണ ഇത് ഉണ്ടായതല്ലേ. ഇത്രയും കോട നമ്മൾ ഇന്നാള് വന്ന് പിള്ളിയ പോത്തപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് മാറി, പെട്ടെന്ന് സീനായി. അതാണ് ആദ്യമൊക്കെ അത് ചെയ്യാറില്ല. അന്ന് വന്നപ്പോ ഇതൊന്നും ഇല്ല. കോട്ടിട്ടോ ചേട്ടനെ കോട്ടിട്ടോ ആദ്യം ചേട്ടൻ 3/4 കിട്ടും. ആ ചത്തിയായി പോയി. ഞങ്ങള് കുറച്ച് കഴിഞ്ഞ മേലേക്ക് കാണാൻ വിചാരിച്ചു. ഇനി മേലേക്ക് പോണ്ട. കണ്ടറിയാം നനഞ്ഞിട്ടും ഒന്നും കാണുന്നില്ല. ഞങ്ങളെ വഴി വരെ എങ്കിലും മനസ്സിലാവണില്ല. തണുത്ത് വിറച്ച് ചാമ്പ കോടാവുന്ന എന്റെ സന്തോഷം. ഞങ്ങളെ എല്ലാവർക്കും ജാക്കറ്റ് ഉള്ളതാണ്. പക്ഷെ ഞങ്ങള് ഇത് പ്രതീക്ഷിച്ചില്ല. ഓ കോടമഞ്ഞിന് ഓഹോ താഴ്വരയിൽ ഓഹോ വഴി വീട്ടിക്ക് പോകാൻ വഴി കാണാനില്ല. അവിടെ ഒരു വഴി വെച്ചിട്ട് ഇറങ്ങാനും പറ്റില്ലേ ഗൈസ്. നിങ്ങളിത് കാണുന്നുണ്ടോ ഗൈസ്? കോട ചുറ്റും കോട ചുറ്റും കോട ചുറ്റും കോട ചുറ്റും കോട. വിചാരിക്കാണ്ട് വന്നതാണ്. ഇപ്പോൾ മൊബൈല് മൊത്തം നനഞ്ഞിട്ടുണ്ട്. ആദ്യം തലയില് മങ്കിക്ക പിന്നെ പെട്ടെന്നെ അങ്ങോട്ട് നടക്കാം. വാടി പോനോ വാ അങ്ങോട്ട് നടക്കാം. പിന്നെ പറയാ എവിടെങ്കിലും നമുക്ക് ഇരിക്കാന്ന്. അടുപ്പ് കൂട്ടിയിട്ട് അടുപ്പ് കൂട്ടാ. അങ്ങോട്ട് കണ്ട ഒന്നും കാണാനില്ല. ബാഗ് അന്വേഷിച്ചിട്ട് ബാഗൊക്കെ അന്വേഷിച്ച് വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പൂ ആദിക്ക് തണുത്തിട്ട് നോക്ക് കാല് ഷർട്ടൊക്കെ തന്നിട്ടോ. ഞങ്ങളുടെ ഷർട്ടും മുടിയും താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മഞ്ഞത്തുള്ളികളുണ്ട്. കുറച്ച് മഞ്ഞ് തലയിലിട്ടോട്ടാ. നാളേക്ക് പനി കിട്ടും. സീൻ ഇതാണ് പൊന്മുടി.
പ്രതീക്ഷിച്ചിട്ട് കോട്ടോട്ട് വന്നു കഴിഞ്ഞാല് ഒരു പ്രശ്നമില്ല. പിള്ളേരൊക്കെ കൂട്ടുണ്ടാവില്ലേ? നമ്മള് പ്രതീക്ഷിക്കാത്ത ഇടിവാളും മിന്നുണ്ടല്ലോ ദൈവമേ. നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. ഇതാണ് കോട വരുന്ന സ്ഥലം കേട്ടാ. നോക്കി വല്ല കണ്ടെന്ന് നമ്മള് പോയാ കിട്ടില്ല. അധികം അവന്റെ ഷർട്ടിനുള്ളിൽ കൂടെ വെച്ചെടുക്കും. മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. ഇനി ഞങ്ങള് ഗൈസ് ഒരു പക്ഷെ ഇത് ഈ ഒരു വ്ളോഗിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. മരവിച്ച് തണുത്തിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവും ഞങ്ങൾ. നമ്മള് മഴ ഉണ്ടാവുന്ന സ്ഥലത്താണ്, അതായത് മേഘത്തിനുള്ളിൽ നിൽക്കണം. ഒരാള് നടക്കണോ? അയ്യോ, എവിടെയും തങ്ങി നിൽക്കാനുള്ള സ്ഥലമില്ല. നമ്മളിപ്പോ ഒരു കൊടക്കീഴിൽ മഴ നല്ല മഴ പെയ്യുന്നുണ്ട്. അത് കാരണം പെട്ടെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ മഴ പെയ്താൽ ഉണ്ണിക്കും നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ സമയത്ത് ഇച്ചിരി വരുന്നുണ്ടെങ്കിൽ തിരിച്ചത് കൊണ്ടുപോയി തിരിച്ചത് ഇപ്പം എന്തായി ഒരു കുടക്കില്ല ചുറ്റും ഈ നാളത്തേക്ക് പനി ഉറപ്പാ. ഇളകി പോരാ. അപ്പുറത്തൊക്കെ ടീം കൂവി വിളിക്കുന്നുണ്ട്. കെട്ടിപ്പിടിക്കാത്ത പൊന്നു പരിപാടി അങ്ങോട്ട് പോവാ. കോഴിയോ പോലെ ഞാൻ പുറത്തിടാം. ഓ ഭയങ്കര ബുദ്ധി. അവിടെയൊക്കെ നോക്കിയേ, അതൊക്കെ കാണണ്ട പൊന്മുടി വന്നിട്ട്. അതെ കോമഡി ഇവിടെ വർക്കാണ്. അത് കാരണം അപ്പുറത്തേക്ക് ചാടാം. അതെ അങ്ങോട്ട് പോവാം. നോക്കിയേ, ഞാൻ പോയിട്ട് വരാം. അതിനാണ് ഞങ്ങള് മേഘം നമ്മള് സത്യം പറഞ്ഞാൽ നിക്കുന്നത് ആകാശത്താണ്. നമ്മളെ എയറിലാണ്. എയറിൽ നമുക്ക് കയറ്റാൻ പറ്റില്ല. പിന്നെയും കോട ഇറങ്ങി. കട്ട കോട ആദ്യമൊക്കെ തണുത്ത്.
കോഴി നനഞ്ഞ കോഴി പോണുണ്ടോ? അവന്റെ ഇടയിലുണ്ട് കയ്യില് മുറുക്ക പിടിച്ചേക്കാം. ഓ ഇതാണ് ശരിക്ക് മുടി. ഞങ്ങൾ ഇവിടുന്ന് ഇനി ഇറങ്ങാണ്. മദ്യന്ന് പോലും ഒന്നുമല്ല സൈഡിൽ അപ്പൊ അതൊന്നും പെട്ടെന്ന് നമ്മള് നോർമൽ ഡ്രസ്സിലല്ലേ പകിച്ചു പോയി ബാലി എന്ന് പറഞ്ഞാൽ നമ്മള് നമുക്ക് പോവാനുള്ള വഴി കാണോ? വഴി കാണാനും പറ്റില്ല, ഒന്നുമില്ല. അത് ഭയങ്കര തണവായി. അപ്പൊ ഇനി ശരിക്കും പറഞ്ഞാൽ ഈ കോടയുടെ പകുതി നമ്മള് മേലെ പോയാൽ പോലും കാണാറുള്ളൂ. അങ്ങോട്ട് നമ്മൾ നേരത്തെ ടവർ കണ്ടില്ലേ, അത് ഇവിടെയാണ് വരിക. ആ ടവർ കാണാനില്ല. ആ ടവറിലേക്ക് പോയി അങ്ങോട്ട് പോകാൻ പറ്റില്ല, അപകടം പറ്റും. അപ്പൊ അതിന്റെ 10 ഇരട്ടിയായിട്ട് വേറെ ലെവല് കോട നമ്മൾ ഇവിടെ തന്നെ കണ്ടു. ഇനി എന്തിനു കാണണം? നമ്മൾ മോളിലേക്ക് പോയി ഒന്നും കാണാം. ഞാനും ഞാൻ കിടന്നു. അവിടെ ഇരുന്നോ. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിട്ടാ. മഴ നിന്നു, കോടൊക്കെ ഇറങ്ങി ഇവിടെ അടിയിലേക്ക് എത്തി. നമ്മളപ്പോ ചായ കുടിക്കാൻ പോവാണ്. അപ്പൊ 2 വീഡിയോകൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ തേയില തോട്ടത്തിലേക്ക് എത്തി. നമ്മളിപ്പോ മഴ കൊണ്ട് തണവടിച്ചിട്ട് ഓരോ കോഫി കുടിക്കാനായിട്ട് ഇറങ്ങിയത് നമ്മള്. ഈ മാങ്ങ മേടിച്ചു ഈ കോഫി മാങ്ങ എല്ലാം കൂടി ചേർന്ന് എന്താവും അറിയില്ലേ. അങ്ങനെ നമ്മുടെ പൊന്മുടി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അതെ, വിടാണ്. അപ്പൊ നമ്മൾ തിരിച്ചു വീട്ടിൽ പോവാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളുടെ പെട്ടെന്ന് വന്നൊരു കോട ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനെ എത്ര നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത്. നമ്മളൊരു നോർമൽ ലെവൽ അന്ന് കണ്ടൊരു കോട അത് പ്രതീക്ഷിച്ച അതിലേറെ ഡബിൾ വന്നു. ഞങ്ങളൊരു ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം മുടക്കാണല്ലോ, എല്ലാവരും ഒന്നിച്ചുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വന്നതാണ്. അപ്പൊ നമ്മള് വേഗം തന്നെ വീട്ടിൽ ഇപ്പൊ ഏകദേശം എത്ര 3 മണി 4 മണിയാ 4:45. ചിമ്പ് നമ്മളെ നോക്കിയിരിക്കണ്ടോ. നമ്മള് അവിടെ മഴ പെയ്തൊന്നും അറിയില്ല നമുക്ക്. നമ്മള് വേഗം ഇവിടുന്ന് കുറച്ചുള്ളോ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഇതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് സപ്പോർട്ട് ചെയ്യുക, ഫോളോ താടിയും പൊട്ടും ഒഫീഷ്യൽ. അപ്പൊ നാളെ ഇതേപോലെ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും താടിയും പൊട്ടും ന്യൂ വീഡിയോ.